ആത്മാർത്ഥത അർത്ഥശൂന്യമായി പ്രതിഫലിച്ചാൽ ആത്മാർത്ഥത കാണിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കവി പറഞ്ഞ മൊഴിയാണിത്. ആത്മാർത്ഥതയാണ് ബന്ധങ്ങളുടെ ആഴങ്ങളെ നിലനിർത്തുന്നത്. ഒരു വ്യാപാരിക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. 4ാമത്തെ ഭാര്യയോടെയാണ് അയാൾക്ക് ഏറ്റവും അധികം ഇഷ്ടം. അവളെ അണിയിച്ചൊരുക്കും, വിലപ്പെട്ട സാധനങ്ങളും സമ്മാനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. 3ാമത്തെ ഭാര്യ അതിസുന്ദരിയായതുകൊണ്ട് എല്ലാ ചടങ്ങുകളിലെല്ലാം അവളെയായിരുന്നു കൂട്ടിക്കൊണ്ട് പോയിരുന്നത്. 2ാമത്തെ ഭാര്യയാണ് മനസാക്ഷി സൂക്ഷിപ്പുകാരി. ഏത് രഹസ്യവും അവളോട് പറയും, അവൾ അത് സൂക്ഷിക്കും. എന്നാൽ 1ാമത്തെ ഭാര്യയാണ് വീട് നോക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിയിരുന്നത്. വ്യാപാരിക്കാണെങ്കിൽ അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഒരിക്കൽ ഈ മനുഷ്യന് ഒരു ഗുരുതരമായ അസുഖം പിടിപെട്ടു. അദ്ദേഹം ഭാര്യമാരെ എല്ലാം ഒരുമിച്ച് വിളിച്ചു. ഞാൻ മാരകമായ ഒരു രോഗത്തിന് അടിമയാണ്, ഞാൻ എപ്പോഴും മരിക്കുവാൻ സാധ്യതയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ മരിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. അതിൽ 3 സ്ത്രീകളും അല്ലെങ്കിൽ ആ 3 ഭാര്യമാരും അതിനെ എതിർത്തു. അവർക്ക് അത് സാധ്യമല്ല എന്ന് മനസ്സിലായി. അവർക്കാകെ ലക്ഷ്യം മനസാക്ഷി സൂക്ഷിപ്പായാലും കൊണ്ടു നടക്കാനായാലും അതുപോലെ തന്നെ ഏത് കാര്യത്തിനായാലും നിന്നാലും അവർക്ക് കിട്ടേണ്ടത് അവർക്ക് അടിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. എന്നാൽ 1ാമത്തെ ഭാര്യ പറഞ്ഞു, ഞാൻ മരണത്തിലും അങ്ങയോടൊപ്പം ഉണ്ടാകും. അപ്പോഴാണ് അയാൾ അവളെ ശ്രദ്ധിച്ചത്. അയ്യോ, അവൾ ക്ഷീണിച്ച് അവശയായ ഒരു സ്ത്രീയാണല്ലോ. കൂടുതൽ കരുതേണ്ടിയിരുന്നത് അവളെ തന്നെയായിരുന്നു എന്ന കുറ്റബോധത്തോടെ അയാൾ കണ്ണുകളടച്ചു. ആകർഷണീയതയുള്ളവരെയാണ് അലങ്കരിക്കേണ്ടതെന്നും അവർക്കാണ് സ്വാധീനശേഷി കൂടുതൽ ഉള്ളതും എന്നുമുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അലങ്കാര തുണിയായി നിവർന്നു നിൽക്കുന്നതിലല്ല, ആവശ്യ നേരത്ത് സഹയാത്രികനാകാൻ കഴിയുന്നതിലാണ് ബന്ധങ്ങളുടെ മൂല്യമെന്ന് ആരും മറക്കരുത്. എല്ലാ ബന്ധങ്ങളിലും പരസ്പര ആനുകൂല്യത്തിൻ്റെ ഒരു പുളിച്ച മാവ് ഒളിച്ചിരിപ്പുണ്ട്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദായം അപ്രത്യക്ഷമാകുന്ന അന്നു മുതൽ പല ബന്ധങ്ങളിലും വിള്ളൽ വീണു തുടങ്ങും. അങ്ങനെയാണല്ലോ പല ബന്ധങ്ങളും നമ്മെ വിട്ട് പോകുന്നത്. തനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോട് സന്ധി ചെയ്തും പ്രശ്നങ്ങളെ തന്ത്രപരമായി അവഗണിച്ചും ഏത് ബന്ധമാണ് നിലനിർത്താൻ ആകുന്നത്? എന്നും ഒപ്പമുള്ളവരെ വല്ലപ്പോഴെങ്കിലും പരിഗണിച്ചാൽ അവരുടെ നഷ്ടങ്ങൾ കൺമുൻപിൽ കൃത്യമായി തെളിയും. തനിക്കിഷ്ടമുള്ളവരെ സ്നേഹിക്കുന്ന തിരക്കിനിടയിൽ തന്നെ സ്നേഹിക്കുന്നവരെ കാണാതെ പോകരുത്. ആരംഭത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവരെ കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് കടന്നു പോകുന്നതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. കടമ നിറവേറ്റി മാത്രം നിലനിൽക്കുന്ന ബന്ധങ്ങളും കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളുമുണ്ട്. തൻകാര്യ ലാഭത്തിനു വേണ്ടി സംരക്ഷിക്കുന്ന സമ്പർക്കങ്ങളിൽ ആർക്കും ആരോടും ഉത്തരവാദിത്തമോ കടപ്പാടുകളോ ഉണ്ടായിരിക്കുകയില്ല. ഒരിക്കലും നഷ്ടമാകില്ലെന്നുറപ്പുള്ള ചില അപൂർവ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നതിനിടയിലും ഹൃദയത്തിൽ സ്ഥാനം നൽകി സ്നേഹിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകണം.
അർഹതയില്ലാത്തപ്പോഴും ആരുമില്ലാത്തപ്പോഴും കൂടെ നിൽക്കാനുള്ള തീരുമാനമാണ് ബന്ധങ്ങളെ ആഴമുള്ളതാക്കുന്നത്. അപ്പോൾ കാണുന്നവരെ ഹൃദയത്തിലേക്കും കൂടെയും നിർത്തി സ്വീകരിച്ചിട്ട് കൂടെ നിന്നവരെ അവഗണിക്കുന്നവരെ ഒരിക്കലും നല്ല മിത്രങ്ങളായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതാണ് നമ്മുടെ ശാപവും. നമ്മുടെ ബന്ധങ്ങളില്ലാതാകുവാനും അതുതന്നെയാണ് കാരണം. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ബന്ധങ്ങളുടെ ആഴങ്ങളെ മനസ്സിലാക്കി ക്രിസ്തേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ഒരു നാൾ തന്നവനെ ഉള്ളത്തിൽ ഓർക്കണം, പല നാൾ തന്നവൻ്റെ പാദം കഴുകണം എന്ന് മറക്കരുത്.